അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ MT വിഷൻ വിസ്റ്റത്തിൻ്റെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് MT വിഷൻ. അതേപോലെ ഒരു പുതിയ വീഡിയോ ഇറക്കിയിട്ടുണ്ട്, ഐക്യമുന്നണിയിലെ ആദർശ വൈരുദ്ധ്യം എന്ന് പറഞ്ഞുകൊണ്ട്. സാധുവായ എൻ്റെ ഫോട്ടോ, അനീഫ് കായക്കൊടി, അതുപോലെ തന്നെ MM അക്ബറിൻ്റെ ഫോട്ടോ, അതുപോലെ തന്നെ സുസൈൻ മടുവിൻ്റെ ഒക്കെ വെച്ചിട്ട് മുറിച്ചുണ്ടാക്കിയ പടച്ചവനെ, എങ്ങനെ ഈ സഹോദരൻ ഇങ്ങനെ കള്ളത്തരം ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഒരു മനുഷ്യന്മാർക്ക് കള്ളത്തരം ചെയ്യുന്നതിന് ഒരു മനസ്സിനൊരു കുത്തുണ്ടാവില്ലേ സാധാരണ? എന്തിനു വേണ്ടിയാണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ 2 ആഴ്ച മുമ്പ് പറഞ്ഞ ഒരു വീഡിയോ ക്ലിപ്പ്, 16 മിനിറ്റുള്ളൊരു വീഡിയോ ക്ലിപ്പിൻ്റെ ഒരു ചെറിയ ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് ഈ MM അക്ബർ 10-15 കൊല്ലം മുമ്പ് പറഞ്ഞ ആ ഭാഗം എടുത്തിട്ട് ഇതിലേക്ക് യോജിപ്പിക്കുക. ഞാൻ 2 മാസം മുമ്പ്, 1.5 മാസം മുമ്പ് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ സംസാരിച്ചതിൽ ഒരു ഭാഗം കട്ട് ചെയ്ത് മുറിച്ചെടുത്തിട്ട് എന്നോ അനീഫ് കായക്കൊടി പറഞ്ഞതിലേക്ക് യോജിപ്പിക്കുക. എന്നിട്ട് ഇത് എന്തിനു വേണ്ടിയാണ് സഹോദര? എൻ്റെ MT വിഷൻ, എൻ്റെ ബഹുമാനപ്പെട്ട ആരിഫെ, എൻ്റെ വിശ്വ സഹോദരങ്ങൾ, എന്തിനാണ് അദ്ദേഹത്തെ ഇങ്ങനെ ഈ കളവ് പറയാനായി വെട്ടി മുറിച്ച് കട്ട് മുറിച്ച് പേസ്റ്റാക്കി? സഹോദരങ്ങളെ, എന്ത് ദ്രോഹമാണ് നിങ്ങളോട് നമ്മൾ ചെയ്തത്? നിങ്ങൾ വ്യക്തിപരമായി എന്ത് ദ്രോഹമാണ് ഞങ്ങൾ ചെയ്തത്? എന്തിനാണ് സഹോദരങ്ങളെ ഇങ്ങനെ പച്ചക്കളവ് ഈ രീതിയിൽ വെട്ടി മാറ്റി മുറിച്ച് പേസ്റ്റ് ഏപ്പിക്കാർ പോലും ചെയ്യാത്ത ഈ കളവ് എന്തിനാണ് ഞങ്ങൾ ചെയ്യുന്നത്? ഞങ്ങൾ എന്ത് ദ്രോഹമാണ് നിങ്ങളോട് ചെയ്തത്? പറയും. ജിന്നി പിശാചുക്കളോടുള്ള എല്ലാ സഹായത്തേട്ടങ്ങളും ശിർക്കാണെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. അതിനല്ലേ ഞങ്ങളെങ്ങനെ ഇട്ട് ദ്രോഹിക്കുന്നത്? അല്ലേ? ഇതുപോലെ കള്ളക്ലിപ്പ് അറിഞ്ഞിട്ടല്ലേ കള്ളക്ലിപ്പ് ഉണ്ടാക്കുന്നത്? അറിയാതെയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതാണെങ്കിലോ പ്രശ്നമില്ല. അവിടുന്നും ഇവിടുന്നും കട്ട് മുറിച്ച് ക്ലിപ്പ് ഉണ്ടാക്കി അത് പേസ്റ്റ് ആക്കിയിട്ട് ഒട്ടിക്കേണ്ട ആളുകളൊക്കെ നമുക്ക് ഇട്ട് തരാം. ഇതെന്താണെന്ന് ചോദിച്ചിട്ട്. എൻ്റെ MT വിഷൻ ആരിഫ്, എൻ്റെ ബിസിനസ് സഹോദരങ്ങളെ, എന്തിനാ സഹോദരങ്ങളെ ഇതൊക്കെ? നിങ്ങൾക്ക് വലിയ സെൽഫികളെന്ന് പറഞ്ഞ് കാണിച്ചു തരാം സഹോദരങ്ങളെ. കണ്ടോളൂ, ഇവരുടെ അവസ്ഥ ഒന്ന് കണ്ടോളൂ. എന്താ അവർ പറയുന്നത്? നിങ്ങളുടെ തൗഹീദിന്റെ കോലം കാണിച്ചു തരാം. നിങ്ങളുടെ വ്യവസ്ഥ എന്താ? നിങ്ങളുടെ തൗഹീദിന്റെ കോലം, നിങ്ങൾ എന്താ തൗഹീദ് അവിടെ പറയുന്നത്? കേട്ടോളൂ. നിങ്ങളുടെ തൗഹീദ്, നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഒഴിഞ്ഞു വെച്ചത് എന്തിനാണെന്ന് കേട്ടോളൂ. കണ്ട സഹോദരങ്ങളെ, ഇവിടെ നിങ്ങൾ കണ്ടോ? ഇവിടെ എന്താ ചെയ്തതെന്നറിയോ നിങ്ങൾ? ഇദ്ദേഹം ചെയ്തത്, ഞാനിവിടെ പ്രസംഗിച്ച് ഇപ്പം അടുത്ത് 16 മിനിറ്റ് യൂട്യൂബിൽ പ്രസംഗിച്ച ഒരു പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം കണ്ട് എടുത്തിട്ട് എന്ത് ചെയ്തു? ആ ഒരു ഭാഗം എടുത്തിട്ട് കട്ട് ചെയ്തു. എന്നിട്ട് എത്ര വേണമെന്നറിയോ നിങ്ങൾ? 10-15 കൊല്ലം മുമ്പ് എടുത്ത ഒരു ഭാഗം എടുത്തിട്ട് എന്ത് ചെയ്തു? ഇതിമേലേക്ക് കൂട്ടി യോജിപ്പിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇത് അറിഞ്ഞ് ചെയ്യുന്നതാണല്ലോ, അല്ലാതെ അറിയാതെ ചെയ്യുന്നതല്ലല്ലോ. ഞാൻ 1 മാസം 10 ദിവസം മുമ്പ് ഇട്ടൊരു വീഡിയോ, 16 മിനിറ്റിൻ്റെ വീഡിയോ എന്ന് ഒരു 12 സെക്കൻഡ് കട്ട് ചെയ്തെടുത്തിട്ട് MM അക്ബർ 10-15 കൊല്ലം മുമ്പ് പ്രസംഗിച്ചെടുത്ത് ഇതിലേക്ക് യോജിപ്പിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇത് രണ്ടും കൂടി എടുത്തിട്ട് യോജിപ്പിച്ച് പറയും. ഞാൻ ആ പറഞ്ഞ ഭാഗം ഒന്ന് കേട്ടോളൂ. മൊത്തം ശിർക്കാണ്. മനസ്സിലായ നിങ്ങൾക്ക്? നിങ്ങളെ പേരിൽ വെറുതെ ആരോപിച്ചൊന്നല്ല കേട്ടോ. അത് ചില നിങ്ങൾ ഇരിക്കണ്ട. പിന്നെ നിങ്ങൾ ചോദിക്കുന്നത് എന്താണ്? നിങ്ങൾ ഈ ജിന്നി പിശാചുക്കൾക്ക് വേണ്ടി വാദിക്കാൻ ഉണ്ടാക്കിയ സംഘടന എങ്ങനെ തൗഹീദ് പറയുന്ന? നിങ്ങളുടെ തൗഹീദിന്റെ കോലം കാണിച്ചു തരാം. നിങ്ങളുടെ വ്യവസ്ഥ എന്താ? നിങ്ങളുടെ തൗഹീദിന്റെ കോലം, നിങ്ങൾ എന്താ തൗഹീദ് അവിടെ പറയുന്നത്? കേട്ടോളൂ. നിങ്ങളുടെ തൗഹീദ്, നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഒഴിഞ്ഞു വെച്ചത് എന്തിനാണെന്ന് കേട്ടോളൂ. മനുഷ്യനെ സംബന്ധിച്ച് ആവശ്യവും അഭൗതികവുമായ ജിന്നുകളുണ്ട്. മനുഷ്യർ നടത്തുന്ന സഹായാർത്ഥനകളിൽ ശിർക്കായതും നസ്വത്തു ശിർക്കായവയും ഉണ്ട്. അതിനാൽ എല്ലാം ഹറാമാകുന്നു. സഹോദരങ്ങളെ, കേട്ടില്ലേ സഹോദരങ്ങളെ? ഇത് ഞാൻ ആ പറഞ്ഞത്, നിങ്ങളെ തൗഹീദ് എന്താണെന്ന് അവരെ പറ്റി പറഞ്ഞ ഭാഗം 8-10 ദിവസമായിട്ടുള്ള യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് അതെടുത്ത് മുറിച്ചു. എന്തിനാ ഞാൻ പറയാൻ കാരണം? ഇവരുണ്ടാക്കി, ഇവരെ സംവാദ വ്യവസ്ഥ വായിക്കുക. ജിന്ന പിശാചുക്കളോടുള്ള എല്ലാ സഹായത്തോടും ശിർക്കാണെന്ന് KNM എഴുതി വാദപ്രതിവാദത്തിൽ എഴുതിയപ്പോൾ എല്ലാം ശിർക്കല്ല എല്ലാം ശിർക്കാന്ന് പറയാൻ പറ്റില്ല. ശിർക്കായ തേട്ടുണ്ട്, ആകാത്ത തേട്ടുണ്ടെന്ന് വാദിക്കുകയാണ് അവർ. അതിനാണ് അവർ വന്നത്. ഇതിനല്ലേ നിങ്ങൾ ഈ കണ്ട കാലം പ്രവർത്തിച്ചത്? നിങ്ങളുടെ സമ്പത്തും ആരോഗ്യ ആയുസ്സും നിങ്ങൾ ചെലവാക്കിയത് ജിന്ന പിശാചുക്കളോട് തേടുന്നതെല്ലാം ശിർക്കല്ലെന്ന് സ്ഥാപിച്ചെടുക്കാനല്ലേ എന്ന് ഞാൻ പറഞ്ഞ ഇപ്പെടുത്ത ഭാഗം എടുത്തിട്ടാണ് മുറിച്ചു 13 സെക്കൻഡിൽ. എന്നിട്ട് 10-15 കൊല്ലം മുമ്പ് പറഞ്ഞ സീറിൻ്റെ ഹദീസ് എടുത്തിട്ട് അത് അവിടെ നിന്ന് എടുത്തിട്ട് കൂട്ടി യോജിപ്പിച്ചു. എൻ്റെ സഹോദരങ്ങളെ, വിസ്റ്റം, എൻ്റെ പണ്ഡിതന്മാരെ, MT വിഷൻ പോട്ടെ, അള്ളാൻ്റെ ഒരു പരീക്ഷ. അവനക്കത് അലങ്കാരമായിട്ടാണ് തോന്നുന്നത്. അവൻ്റെ മനസ്സിൽ യാതൊരു കുത്തുണ്ടാവില്ല. നിങ്ങൾ അവനോട് ചോദിച്ചു നോക്കൊണ്ടും അങ്ങനെയാണ് പിശാച്, അങ്ങനെയാണത്. അവനത് അലങ്കാരമാക്കി തോന്നിപ്പിക്കും. അവനതിന് ഒരുപാട് ഉപായങ്ങൾ ഇട്ടുകൊടുക്കും. എന്തൊരു കള്ളത്തരമാണ് സഹോദരങ്ങൾ! ഇവരുടെ മുഴുവൻ ക്ലിപ്പും, ഈ MT വിഷൻ ഇറക്കുന്ന മുഴുവൻ ക്ലിപ്പും ഇത് എന്തിനാ സഹോദരങ്ങളെ ഇങ്ങനെയൊക്കെ? നിങ്ങൾക്ക് ഉള്ളതുപോലെ പറഞ്ഞ് ചെയ്തൂടെ? ഇത് വളരെ മോശമല്ലേ സഹോദരങ്ങളെ?
എന്നിട്ട് കട്ടുമുറിച്ചുണ്ടാക്കുക. എന്നിട്ട് ഞാൻ ആ പറഞ്ഞതിന് എടുത്ത് സന്ദർഭത്തിൽ നിന്ന് അടുത്ത് അവരുടെ വേറെ വിശ്വത്തിനെതിരെ പറഞ്ഞത് KNM-നെതിരെ പറഞ്ഞു നോക്കുക. എന്നിട്ട് അടുത്ത് കഴിയുമ്പോൾ പറയുന്നത് കേട്ടോളൂ നിങ്ങൾ വേറൊരു വോയിസ്. കാരണം ഇതൊക്കെ കള്ളത്തരമാണ്. എന്നിട്ട് എന്താ പിന്നെ പറയുന്നത് കേട്ടോളൂ. അപ്പോൾ നിങ്ങൾ കേട്ടല്ലോ സഹോദരന്മാരെ, ഒരാള് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ബാധിച്ചു എന്ന് വിശ്വസിച്ചാൽ അവൻ രണ്ടാമത് ഷഹാദത്ത് കലിമ ചൊല്ലണം എന്നാണ് ഈ റഷീദ് കുറ്റിപ്പുറം പറയുന്നത്. സഹോദരങ്ങളെ കേട്ടില്ലേ? ഞാൻ പറഞ്ഞു എന്ന് എന്ത് ഒരാൾ ഇപ്പോൾ റസൂൽ ആസ്മക്ക് സിഹർ ബാധിച്ചെന്ന് പറഞ്ഞാൽ രണ്ടാമത് പച്ചപ്പൊള്ളാണ് സഹോദരങ്ങളെ, പച്ചപ്പൊള്ളാണ്. ആ ബുഖാരിയിലെ ഹദീസിനെ നമ്മൾ അംഗീകരിക്കും. ഈ സിഹറിൻ്റെ വിഷയത്തിൽ KNM സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. ഞാനൊരു KNM-കാരനാണ്. വ്യക്തമായ സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സിഹർ ഫലിക്കുമെന്നുള്ള വിശ്വാസം ഷിർക്കാണെന്നും കാര്യകാരണ ബന്ധങ്ങൾ അവ്യക്തമാകുന്ന രീതിയിൽ കാര്യകാരണ ബന്ധത്തിനുള്ളിലെ സിഹർ ഫലിക്കുമെന്നുള്ള ഷിർക്കല്ലെന്നും അത് അറിയുകയും പഠിക്കുകയും അത് മനസ്സിലാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന അതിനെതിരെ പറയുന്നവർക്കെതിരെ പ്രചരിപ്പിക്കുന്ന ആളാണ് ഞാൻ. എന്നിട്ടെന്തോ ഞാൻ സിഹർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ, പക്ഷേ അത് പറയാൻ കാരണമുണ്ട് കേട്ടോ. ഈ സിഹർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ മുശിരിക്കായി ചത്തുപോകുന്ന ആളുകളുണ്ട്. അതിൽപ്പെട്ടവരാവിഷ്ടം അങ്ങനെയുണ്ട്. സിഹറിൽ രണ്ട് വിശ്വാസം, അത് KNM വ്യക്തമായി പറഞ്ഞു. ഏതാ? കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സിഹർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ അവൻ ഷിർക്കാണ്, മുശിരിക്കാണ് അവൻ. അങ്ങനെ വിശ്വസിച്ച ആ വിശ്വാസമാണ് ഇവർക്ക്. അതെടുത്താൽ ഞാൻ പറയുന്നത് എങ്കിൽ കാര്യകാരണ ബന്ധത്തിനുള്ളിലുള്ള സിഹർ ഫലനത്തിലോ ഒരിക്കലും തെറ്റില്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിച്ചിട്ടുള്ളൂ. അത് എന്താണ് ആ വിഷയം എന്നറിയോ നിങ്ങൾ? അവിടെയും കോട്ടി മാറ്റി എൻ്റെ ഈ വാക്കിനെ ഇവിടുന്ന് എടുത്തിട്ട് വേറൊരു ക്ലിപ്പും കൂടി എടുത്ത് കൂട്ടി യോജിപ്പിച്ച് പിന്നെ എത്രയോ പറഞ്ഞേ. അതിൻ്റെ ഞാൻ പറയുന്നതും കൂടി കേട്ടോളൂ. ജൂതൻ പിശാചിനോട് സ്ഥിരാസ നടത്തി. എന്നിട്ട് ഓല് രണ്ടാളും കൂടി ഞങ്ങളുടെ കരളിന്റെ കഷ്ണമായ അഷറഫുൽ ഖൽക്കിനെ ദ്രോഹിച്ചു. അള്ളാഹു നോക്കി നിന്നു. എന്തോടും നമ്മളൊക്കെ വിശ്വാസം? അള്ളാഹു നിർബന്ധിതനായി. എന്തുകൊണ്ട്? ജൂതൻ സിഹർ ചെയ്തില്ലേ, പിശാചിനോട് സ്ഥിരാസം നടത്തിയില്ലേ? അപ്പോൾ ഒരു അള്ളാഹു പ്രവാചകന് വരുത്താൻ അള്ളാഹു നിർബന്ധിതനായി പോയി. ഇതെന്താണ് സഹോദര, ഇതെന്താ വിഷയം എന്നറിയോ? ഇവരുമായി വിശ്വവുമായുള്ള ബന്ധപ്പെട്ട ചർച്ചയിൽ അവർ പറഞ്ഞ എന്താണെന്നറിയോ? നബിത്തങ്ങൾക്ക് സിഹർ ഫലിച്ചത് ലബീദ് എന്ന ജൂതൻ പിശാചിനെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. വെച്ചാൽ നബിത്തങ്ങൾക്ക് എതിരെ പിശാചിനോട് പ്രാർത്ഥിച്ചു. എന്നിട്ട് ലബീദിൻ്റെ പ്രാർത്ഥന കേട്ട് പിശാച് പോയി നബിത്തങ്ങളെ ഉപദ്രവിച്ചു ശാരീരികവും മാനസികമായിട്ട്. അങ്ങനെയാണ് നബിത്തങ്ങൾക്ക് പിശാച് ഉപദ്രവിച്ചിട്ടാണ് സിഹർ ഫലിച്ചത്. അത് ലബീദ് എന്ന ജൂതൻ പിശാചിനോട് പ്രാർത്ഥിച്ചിട്ട് കൊണ്ടാണ്. ഇങ്ങനെയാണ് ഫൈസൽ മൗലവിയുടെ ആളുകളും ഫൈസൽ മൗലവിയും ഒക്കെ പ്രചരിപ്പിച്ച് ഞാനുമായി ഈ വിഷയത്തിൽ സമാധാനം അവിടെ പറഞ്ഞതാ ഞാൻ. അങ്ങനെ വിശ്വസിക്കുന്നവർ മുശ്രിക്കുകളും കാഫറുകളുമാണ്. അങ്ങനെ സിഹർ നബിത്തങ്ങൾക്ക് ഫലിച്ചു എന്ന് വിശ്വസിക്കുന്നവർ പച്ച കാഫറ, ഒരു സംശയമില്ല. അതുകൊണ്ടാണ് വിശ്വമേ നിങ്ങളെ മുശ്രിക്കുകളുടെ വിശ്വാസത്തിലുള്ളതെന്ന് പറഞ്ഞത്. എവിടെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുക? നിങ്ങൾ എടുത്തോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ഫലിച്ചു എന്ന് പറഞ്ഞ മുഴുവൻ ഹദീസും എടുത്തോളൂ. നിങ്ങൾ എല്ലാ റിവായത്തും എവിടെ നിന്നുള്ളത് എടുത്തോളൂ. നിങ്ങൾ ഒന്നിൽ നിന്ന് പോലും വിസ്റ്റം ഫൈസൽ മൗലവി നിങ്ങളോടും കൂടിയാ. മിണ്ടാതിരിക്കുന്ന ഹുസൈൻ മടവൂരും അല്ല, മിണ്ടാതിരിക്കുന്ന ആളുണ്ടല്ലോ നമ്മുടെ കുഞ്ഞു മുഹമ്മദ് മദീൻ വേർപ്പൂർ ഹുസൈൻ സലഫിയൊക്കെ, നിങ്ങളും മറുപടി പറയേണ്ടി വരും. എടുത്തോളൂ. നിങ്ങൾ വലിയ ഹദീസ് പണ്ഡിതന്മാരൊക്കെ ഉണ്ടല്ലോ, എടുത്തോളൂ മുഴുവൻ ഹദീസും. എവിടെയെങ്കിലും ഒരു ഹദീസിൻ്റെ ഒരു ലഫ്ളിൽ എവിടെയെങ്കിലും ലബീദ് എന്ന ജൂതൻ പിശാചിനെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ അതിന് ഉത്തരം നൽകി എന്നിട്ട് പിശാച് പോയിട്ട് നബിത്തങ്ങളെ ശാരീരികമായി മാനസികമായി ഉപദ്രവിച്ചു. അങ്ങനെയാണ് നബിത്തങ്ങൾക്ക് സിഹർ വലിച്ചത് എന്ന ഹദീസ് എന്നൊരു വരി കാണിച്ചു തരാൻ ബഹുമാനപ്പെട്ട എൻ്റെ പൊന്നും സഹോദരങ്ങളെ, നിങ്ങൾ അധിസംബോധന മുസ്ലിമിൻ്റെ പേരെടുത്ത സഹോദരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും മോശമായി പോയി നിങ്ങൾ. എന്തിനാ സഹോദരങ്ങൾ ഈ കളവ് പറയുന്നത്? എവിടെയാണ് അങ്ങനെയുള്ളത്? നബിത്തങ്ങളെ ദ്രോഹിച്ചത്, നബിത്തങ്ങൾക്ക് ഉപദ്രവം വരുത്തിയത്, ആ സിഹർ ബാധിച്ച് നബിത്തങ്ങൾക്ക് വിഷമമുണ്ടാക്കിയത് ലബീദ് എന്ന ജൂതൻ പിശാചിനെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ അത് കേട്ട് പിശാച് പോയിട്ടാണ് നബിത്തങ്ങൾ ഉപദ്രവിച്ചതെന്ന് പച്ചയായി നിങ്ങൾ എന്നോട് പറഞ്ഞു, സംവദിച്ചു. നിങ്ങളുടെ പണ്ഡിതം, നിങ്ങളുടെ ഗ്രൂപ്പിലും നിങ്ങളുടെ ആളുകളും അപ്പോൾ പറഞ്ഞതാ നിങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലണം. എൻ്റെ പ്രവാചകന് പറ്റില്ല അങ്ങനെ. എൻ്റെ പ്രവാചകൻ അള്ളാഹിൻ്റെ നിയന്ത്രണത്തിലുള്ള പ്രവാചകനാണ്. കാര്യകാരണ ബന്ധത്തിൻ്റെ ഉള്ളിലുള്ളതേ ഫലിച്ചിട്ടുള്ളൂ, അത് ആർക്കും ഫലിക്കുന്നതേ ഫലിച്ചിട്ടുള്ളൂ. അതല്ലാതെ എൻ്റെ പ്രവാചകനെ പിശാചിനോട് പ്രാർത്ഥിച്ചാൽ പിശാചി ഉത്തരം നൽകി പിശാച് പോയിട്ട് നബി തങ്ങൾ ഉപദ്രവിച്ചെന്ന് ഞാൻ വിശ്വസിക്കില്ല. അവൻ ഖുർആൻ നിഷേധിയാണ്, അവൻ മുശ്രിക്കാണ്. ഷഹാദത്ത് കലിമ ചൊല്ലണം. ഇപ്പോഴും ഉറപ്പിച്ച് പറയുന്നു ഞാൻ. ഇല്ലെങ്കിൽ കൊണ്ടുവരണം നിങ്ങൾ ഒരു ഹദീസിൻ്റെ ഏതെങ്കിലും ഒരു ഹദീസ് നിങ്ങൾ എടുത്തോളൂ. ബുഖാരി, മുസ്ലിം, അഹ്മദി എല്ലാ റിപ്പോർട്ടും എടുത്തോളൂ. എവിടെയെങ്കിലും ഞാൻ സിഹർ ഫലിച്ചു എന്ന് സിഹറിൻ്റെ ഹദീസ് അംഗീകരിക്കുന്ന ആളാണ് ഞാൻ. അതിൽ എവിടെയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹർ ഫലിച്ചത് ലബീദ് എന്ന ജൂതൻ പിശാചിനെ പൂജിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ അതിനുത്തരം പിശാച് നൽകിക്കൊണ്ട് പിശാച് പോയിട്ടാണ് നബിത്തങ്ങളെ ഉപദ്രവിച്ചത്, അങ്ങനെയാണ് നബിത്തങ്ങൾക്ക് അസുഖം വന്നത് എന്ന് പറയുന്ന ഒരു വരി കൊണ്ടുവരാൻ മുഴുവൻ ആളുകളെയും ഇഷ്ട സഹോദരങ്ങളെയും വെല്ലുവിളിക്കുക.
അവിടെ അതാ പറഞ്ഞത്, അതും എടുത്ത് കൊട്ടി മാറ്റി വെട്ടി ഒപ്പിച്ച് എന്തിനു വേണ്ടിയാണ് എൻ്റെ MT മിഷൻ ആരിഫേ? എന്തിനാ എൻ്റെ വിശ്വ സഹോദരങ്ങളെ ഇദ്ദേഹത്തെ കയറൂരി വിട്ടിരിക്കുന്നത്? പിശാചിന് വേണ്ടി വാദിക്കാനല്ലേ? അവനോടുള്ള എല്ലാ തേട്ടവും ശിർക്കാന്ന് പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കാൻ കഴിയാത്തതുകൊണ്ടല്ലേ നിങ്ങൾ ഈ രീതിയിൽ കട്ടുമുറിച്ച് പേസ്റ്റാക്കി വിടുന്നത്? കഷ്ടമാണ് സഹോദരങ്ങളെ. എന്തിനാ ഇഷ്ടത്തിൽ കുടുങ്ങിയിട്ടുള്ള സഹോദരങ്ങളെ ഇതുപോലത്തെ ക്ലിപ്പുകളാണ് മുഴുവനും അവരിറക്കുന്നത്. MT വിഷൻ അവനത് അലങ്കാരമായി തോന്നുന്നു, അവനത് നല്ലതായി തോന്നുന്നു. അവൻ്റെ ഹൃദയം അല്ലാഹു ആലം സീൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം, അറിയില്ല നമുക്ക്. അല്ലാഹു ഹിദായത്ത് നൽകട്ടെ ആ സഹോദരന്മാർക്ക്. MT വിഷൻ അടക്കം അല്ലാഹു നമ്മളെ ഹിദായത്തിൽ ഉറപ്പിച്ച് നിർത്തട്ടെ, പ്രാർത്ഥിക്കുകയാണ്. വല്ലാത്തൊരു കഷ്ടമാണ്. അറിഞ്ഞിട്ടാ കട്ടുമുറിച്ചുണ്ടാക്കുന്ന സഹോദരങ്ങളെ. അതാണ് അത്ഭുതം. 10-15 കൊല്ലം മുമ്പ് പ്രസംഗിച്ചതും ഒരാഴ്ചയുള്ളതും 16 മിനിറ്റുള്ളതും മണിക്കൂറുകളുള്ളതൊക്കെ എടുത്ത് മുറിച്ച് 12ഉം 13ഉം പേസ്റ്റാക്കി. ഇതൊക്കെ ചെയ്യണ്ടേ ഇവൻ്റെ സമ്പത്തും ഇവൻ്റെ ആരോഗ്യം ഇവൻ്റെ ആയുസ്സും ഈ MT വിഷൻ ചെലവാക്കുന്നത് എന്തിനാണെന്ന് ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ. പിശാചിന് വേണ്ടിയാണ്. ജിന്നി പിശാചികളോട് തേടിയാലെല്ലാം ശിർക്കാണെന്ന് നമ്മളൊന്ന് പറഞ്ഞു പോയി. അത് അംഗീകരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അറിയോ നിങ്ങൾ? മരിച്ചവരോട് തേടുന്നെല്ലാം ശിർക്കാന്ന് പറഞ്ഞാൽ അവർക്ക് കുഴപ്പമില്ല. അറിയോ? വിഗ്രഹങ്ങളോടും കല്ലിനോടും മരത്തിനോടും ഒക്കെ തേടുന്നതെല്ലാം ശിർക്കാന്ന് പറഞ്ഞാൽ അവർക്ക് കുഴപ്പമില്ല. പക്ഷെ ജിന്നി പിശാചുക്കളോടെല്ലാം തേടുന്നത് ശിർക്കാണെന്ന് പറഞ്ഞാൽ അപ്പറങ്ങി വരും. എന്നിട്ട് അത് ശിർക്കല്ലെന്ന് സ്ഥാപിക്കാൻ ഇതുപോലെ ഞങ്ങളുടെ പണ്ഡിതന്മാരെ പാവപ്പെട്ട ഞങ്ങളുടെ എല്ലാം ക്ലിപ്പ് കട്ട് മുറിച്ചെടുത്ത് പേസ്റ്റാക്കും. അള്ളാഹു അവർക്ക് ഹിദായത്ത് നൽകട്ടെ. റബ്ബേ, ഞങ്ങളെ നീ ഹിദായത്തിൽ ഉറപ്പിച്ച് നിർത്തണേ പടച്ചവനെ. പ്രാർത്ഥിക്കുകയാണ് സഹോദരങ്ങളെ. എൻ്റെ വിസ്തം സഹോദരങ്ങളെ, ആ വിസ്തത്തിൽ കുടുങ്ങിയ നിങ്ങളുടെ സമ്പത്തും ആരോഗ്യ ആയുസ്സൊന്നും അവർക്ക് കൊടുക്കല്ലേ സഹോദരങ്ങളെ. പിശാചിന് വേണ്ടി ഉണ്ടാക്കിയ സംഘടനയാണ്, അതിനാണ് അവരുണ്ടാക്കിയത്. മനസ്സിലായി? നിങ്ങൾ വിചാരിച്ചു എന്തിനാണ് അവർ അള്ളാഹിനോട് തേടാൻ ഉണ്ടാക്കിയത്? അല്ല സഹോദരങ്ങളെ, അല്ല. പിശാചിനോടുള്ള എല്ലാ സഹായത്തോടും ശിർക്കാണെന്ന് പറയാൻ ഉണ്ടാക്കിയതല്ല. അങ്ങനെ പറയുന്നവർക്കെതിരെ എല്ലാം ശിർക്കല്ലെന്ന് പറയാൻ ഉണ്ടാക്കിയ സംഘടന. അതുകൊണ്ട് അള്ളാഹുവിനെ ഓർത്ത് നിങ്ങൾ സത്യം മനസ്സിലാക്കി. നിങ്ങൾ ഒരിക്കലും ഗാനമുക്കൊന്നും വരണ്ട, പക്ഷേ ആ ശിർക്കിൻ്റെ കൂടാരത്തിൽ നിന്ന് മാറിക്കാളെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.